മാറ്റം വരാൻ കാരണം പഴയ വെല്ലുവിളികൾ വീണ്ടും ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ തളർന്ന് ഇരിക്കുമെന്നും ആരും വിചാരിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഒരു തീരുമാനമെടുക്കാൻ ഇന്നിവിടെ വരാൻ കഴിഞ്ഞത്. പിന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ കെ കരുണാകരൻ മരിച്ചതിന് ശേഷം കോൺഗ്രസിൻ്റെ തകർച്ച തുടങ്ങി. അതിൻ്റെ പ്രതിഫലത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ഇടതുപക്ഷ ഭരണം വന്നതിന് ശേഷം പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ വളരെ മോശമാവുകയും കോൺഗ്രസിൻ്റെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ പല ചോദ്യങ്ങളും നമ്മൾ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങൾക്കൊന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് മറുപടി ലഭിച്ചിട്ടില്ല. അതിൻ്റെ പ്രതിഷേധം കൂടെ ഉണ്ട്. ഈ കാര്യത്തിൽ തെറ്റായ പ്രവണത KPCC നിന്നുണ്ടായാലും നേതൃത്വത്തിൽ നിന്നുണ്ടായും പലപ്പോഴും ഞാൻ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ന് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കിടക്കുന്ന കണ്ടു. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നവരെ കൊണ്ട് കോൺഗ്രസിന് ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ചില നേതാക്കളൊക്കെ പ്രസ്താവിച്ചിട്ടുള്ളത്. ഇത് തുടക്കമേ ആയിട്ടുള്ള കേരളത്തിലെ 14 ജില്ലകളിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ കുത്തൊഴുക്കായിരിക്കും BJPയിലേക്കെന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് നേതാക്കന്മാർ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് UDF എന്ന അധികാരത്തിൽ പറഞ്ഞ അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അകത്തും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പാടുപെട്ട് കഷ്ടപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുമാകുന്ന കാഴ്ചയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഈ പാവപ്പെട്ട പ്രവർത്തകർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ പോലും അവസരം ഉണ്ടാക്കിയിട്ടില്ല ഒരു ഗവൺമെന്റ് കാലത്ത്, UDFന്റെ കാലത്ത്. അത്തരം കാര്യങ്ങളിലൊക്കെ നേതാക്കന്മാർ അവരെ സ്വാർത്ഥ പ്രവർത്തനത്തിന്റെ ഫലമായി കോൺഗ്രസ് പ്രവർത്തകരെ വീട്ടിൽ കയറ്റില്ല, അവരെ ജോലിക്ക് ഒരു അവസരം കൊടുക്കത്തില്ല, അവരെ ഏത് രീതിയിൽ ജീവിക്കുന്നെന്ന് അന്വേഷിക്കാൻ പോലും കഴിയാത്ത ഒരു നേതൃത്വമായി മുന്നോട്ട് പോയി. ഇന്ന് പറയുന്നു EP ജയരാജൻ പറഞ്ഞിട്ടാണ് BJPയിലേക്ക് കോൺഗ്രസ്സുകാർ പോകുന്നത്. അത് പറയാൻ നാണമില്ല ആരായിരുന്നാലും. കാരണം BJPയിലേക്ക് പോകുന്നത് ബഹുമാനിയായ മോദിയുടെ ഗ്യാരണ്ടിയാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് BJPയിലേക്ക് കുത്തൊഴുക്കായി പോകുന്നത്. EP രാജൻ പറഞ്ഞത് ശരിയാണ്. EP ജയരാജൻ പറഞ്ഞത് എന്താണ്? BJPയുടെയും CPMന്റെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം BJP സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് പറയേണ്ടി വന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മോശമായതുകൊണ്ടല്ലേ? അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇത്തരം ഒരു സംഭവം പ്രസ്ഥാനം ഇറക്കുവാൻ നമ്മൾ നേതാക്കന്മാർ മുന്നിഞ്ഞത്. ഞാൻ അവരോടൊക്കെ ഒരു കാര്യം പറയാം. കേരളത്തിലെ എല്ലാ കാലത്തും കെട്ടിത്തൂങ്ങി നിൽക്കുന്ന, ഒരു കാലത്തും അസംബ്ലിയും പാർലമെന്റും സീറ്റ് കിട്ടിയാൽ മരണം വരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന താക്കീതായിരിക്കും ഇത്തരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ശക്തമായി തന്നെ BJPയുടെ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകും. അത് ബഹുമാനിയായ മോദിജിയുടെ ഗ്യാരണ്ടിയും ഇന്ത്യയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ അദ്ദേഹം നടത്തുന്ന ശക്തമായ പോരാട്ടങ്ങളും ആകർഷിച്ചുകൊണ്ടാണ് BJPയിലേക്ക് കോൺഗ്രസുകാരുടെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും ഒഴുക്കുണ്ടാകുന്നത്. ഇനിയും തിരുവനന്തപുരം ജില്ലയിലും മറ്റു ജില്ലകളിലും കെ കരുണാകരനെ സ്നേഹിക്കുന്ന പ്രവർത്തകരെ കുത്തൊഴുക്ക് BJPയിൽ ഉണ്ടാകും. അതിന് ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും എന്നെ വീണ്ടും പരിഗണിക്കാവുന്ന നേതാക്കന്മാരെ എല്ലാം പറഞ്ഞിട്ടും ഞാൻ കേൾക്കാത്തത്, ഒരു ഇടിഞ്ഞു വീഴായ ഒരു കെട്ടിടത്തിൽ ഇനി ഒരു അപകടം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിരിഞ്ഞു പോയത്. ഞാനത് നേതാക്കന്മാരാരെയും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവർ പറഞ്ഞ ആളുകളെ പേര് വെളുത്തുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പോസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യം പിൻവലിക്കുന്നില്ല. എന്നെ ഇഷ്ടംപോലെ നേതാക്കന്മാർ വിളിച്ചിരുന്നു. ആ നേതാക്കന്മാരെ വിളിച്ചപ്പോഴും ഞാൻ എൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്, തിരിച്ചു പോക്കില്ല. കാരണം അവഗണിക്കപ്പെടുന്ന ഒരു വ്യക്തികളെ കുറിച്ച് തിരിച്ചു വിളിക്കുന്നത് മര്യാദയാണോന്ന് ചിന്തിക്കേണ്ട കോൺഗ്രസ് നേതാക്കളാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ 15 വർഷക്കാലമായി തിരുവനന്തപുരം പാർലമെന്റിൽ നിന്നും മത്സരിച്ച് ജയിച്ചു പോയ ശശി തരൂർ, അദ്ദേഹം 15 വർഷക്കാലം വികസനം ചെയ്തു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. 15 വർഷമായി അദ്ദേഹം എയറിലാണ്. സാധാരണക്കാരനെ പ്രവർത്തകനെ വീട്ടിൽ കയറ്റത്തില്ല, ആഫീസിൽ കയറ്റത്തില്ല. അവരെ അവഗണിക്കുക മാത്രമല്ല അപമാനിക്കുക കൂടെ ചെയ്യാണ്. പല ബ്ലോക്ക് പ്രസിഡന്റുമാരെ അവഗണിച്ചു, DCC മാരെ അവഗണിച്ചു.
മുൻ MLA-മാരെ അവഗണിച്ചു. സാധാരണ പാവപ്പെട്ട പ്രവർത്തകരെ അവഗണിച്ച് വീട്ടിൽ കയറ്റത്തില്ല. ഒരു മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ 7 മാസക്കാലമായി സമരം ചെയ്തപ്പോൾ ആ തീരദേശത്ത് തിരിഞ്ഞു നോക്കാൻ ശശി തരൂർ എംപിക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒളിവിലായിരുന്നു. ആ പാവങ്ങൾ നിലവിളിച്ചു. ലാറ്റിന്റെ സമുന്നതനായ പിതാവ് സഹായം അഭ്യർത്ഥിച്ചു. യൂജിനച്ചൻ, ബഹുമാന്യനായ യൂജിനച്ചൻ സഹായം അഭ്യർത്ഥിച്ചു. ഈ MP തിരിഞ്ഞു നോക്കിയില്ല. അത് മാത്രമല്ല, ഈ സമരത്തെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ഒരു MP-യാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ മത്സ്യമേഖലയിലുള്ള നമ്മളെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ട് മുതലേ ചില എയറിൽ നിൽക്കുന്നവർ മാത്രമല്ല, 3 പീസ് കണക്ഷനുള്ള കോൺഗ്രസ്സുകാരും കോൺഗ്രസിനകത്തുണ്ട്. ഞാനത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ കാര്യം സൂചിപ്പിച്ചതാണ്. 3 പീസ് ലൈനുള്ള കോൺഗ്രസ് നേതാക്കൾ തിരിച്ച് ഏതായാലും BJP-യിലേക്ക് തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ആ നേതാക്കളെ സെലക്ട് ചെയ്യേണ്ട ഉദ്ദേശം അതിൻ്റെ ചുമതല ചാനലുകാരെയും പത്രക്കാരെയും ഏൽപ്പിക്കുന്നു.